നമസ്കാരം. ലാൻഡ് ചെയ്യാതെ തുടർച്ചയായി 417 ദിവസം വരെ പറക്കാൻ കഴിയുന്ന ഒരു പുത്തൻ ഡ്രോൺ സംവിധാനം വികസിപ്പിച്ചു വരികയാണ് ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പായ ആൾട്ടിയോൺ എനർജി. ഒരിക്കൽ പറന്നുയർന്നു കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യാതെ, ഇന്ധനം നിറയ്ക്കാതെ, മനുഷ്യ ഇടപെടലുകൾ ഒന്നുമില്ലാതെ 1 വർഷത്തിലേറെ വായുവിൽ തുടരാൻ കഴിയുന്ന ഫിക്സ്ഡ് വിംഗ് ഡ്രോൺ യാഥാർത്ഥ്യമാക്കുന്നതിലൂടെ ആൾട്ടിയോൺ എനർജീസ് ഇന്ത്യയുടെ സാങ്കേതിക രംഗത്തിന് മികവുറ്റ സംഭാവനയാണ് നൽകാനൊരുങ്ങുന്നത്. ഒരു സയൻസ് ഫിക്ഷൻ പോലെ തോന്നുന്ന ഈ ഡ്രോൺ സംവിധാനത്തിന് ഇൻഫിനി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ദീർഘനാളുകൾ അന്തരീക്ഷത്തിലെ ദൗത്യ നിർവഹണത്തിന് ഉപകാരപ്രദമായ ഇൻഫിനി ഡ്രോണിന്റെ പ്രോട്ടോടൈപ്പ് വികസനം ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു. ഈ ഡ്രോണിന്റെ ചിറകുകൾക്ക് 3 മീറ്ററാണ് നീളം. പൂർണ്ണമായി ലോഡ് ചെയ്ത ഒരു ഇൻഫിനി ഡ്രോണിന് വെറും 2.8 കിലോഗ്രാം മാത്രമേ ഭാരമുള്ളൂ. പ്രവർത്തനശേഷി മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക രീതിയിലുള്ള രൂപകൽപ്പനയാണ് ഈ ഡ്രോണിനായി ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും ദീർഘസമയം പറക്കാൻ കഴിയുന്ന സമുദ്രപക്ഷികളിലൊന്നായ ആൽബട്രോസിന്റെ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയാണ് ആൾട്ടിയോൺ എനർജീസ് തങ്ങളുടെ ഫിക്സ്ഡ് വിംഗ് ഡ്രോൺ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. 4 പേരടങ്ങുന്ന ഗവേഷക സംഘമാണ് ഈ ഡ്രോണിന്റെ വികസനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ആൽബട്രോസ് പക്ഷികൾക്ക് വലിയ ചിറകുകളാണുള്ളത്. ചില ഇനങ്ങൾക്ക് 3.5 മീറ്ററോളം വിസ്തീർണമുള്ള ചിറകുകളുണ്ട്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ചിറകുകൾ അടിക്കാതെ സഞ്ചരിക്കാൻ കഴിവുള്ള പക്ഷികളാണവ. കാറ്റിന്റെ വേഗഭേദം ഉപയോഗിച്ച് ഉയരവും ദിശയും നിയന്ത്രിച്ച് ഊർജം സംഭരിച്ച് പറക്കാൻ ഈ പക്ഷികൾക്കാകും. കാറ്റിൽ നിന്നുള്ള ഊർജം വിനിയോഗപ്പെടുത്തി പറക്കുന്നതിനെ ഡൈനാമിക് സോറിംഗ് എന്നാണ് പറയുന്നത്. സമുദ്രത്തിനുമേൽ ദീർഘനാൾ പറക്കുന്ന ആൽബട്രോസ് പക്ഷികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ദീർഘനാളുകൾ ഇന്ധനം ചിലവഴിക്കാതെ പറക്കാനുള്ള വികസനത്തെ സംബന്ധിച്ച ആശയം ആൾട്ടിയോൺ എനർജിയിലെ ഗവേഷകർക്കുള്ളിൽ ഉദിച്ചത്. ആൽബട്രോസ് പക്ഷികളുടേതുപോലെ തന്നെ ഡൈനാമിക് സോറിംഗ് സാങ്കേതികത ഉപയോഗിച്ചാണ് ഇൻഫിനി ഫിക്സ്ഡ് വിംഗ് ഡ്രോണുകൾ പ്രവർത്തിക്കുന്നത്. ആൽബട്രോസ് പക്ഷികൾ ആഴ്ചകളോളം തുടർച്ചയായി വളരെ ഉയരത്തിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നത് ഒരുതരം സിക്സാക് പാതയിലൂടെയാണ്. അതിനെ അനുകരിക്കും വിധമാണ് ഇൻഫിനി ഡ്രോണുകളുടെ സഞ്ചാരപാതയും. നിലവിൽ ആൾട്ടിയോൺ എനർജി പുറത്തിറക്കിയിരിക്കുന്ന ഇൻഫിനി ഡ്രോണിന്റെ പ്രോട്ടോടൈപ്പിന്റെ പരീക്ഷണ പറക്കൽ വിജയം കണ്ടിട്ടുണ്ട്. 3 മീറ്റർ നീളമുള്ള പ്രോട്ടോടൈപ്പ് കർണാടകയുടെ തീരപ്രദേശങ്ങളിലും ഉൾനാടൻ ജലസംഭരണികൾക്കുമീതെയുമാണ് പരീക്ഷണാർത്ഥം പറപ്പിച്ചത്. ഇത്തരത്തിൽ 40-ൽ പരം പറക്കൽ പരീക്ഷണത്തിന് ഈ പ്രോട്ടോടൈപ്പ് വിധേയമായി. പറക്കൽ വേളയിൽ കാറ്റിൽ നിന്നുള്ള ഊർജം ശേഖരിച്ച് നിരവധി മണിക്കൂറുകളോളം സുസ്ഥിരമായ എഞ്ചിൻ ഓഫ് പറക്കൽ തെളിയിക്കാൻ ഈ പ്രോട്ടോടൈപ്പിനായി. പ്രോട്ടോടൈപ്പിന്റെ പരിഷ്കരിച്ച എയർഫ്രെയിം ഡിസൈൻ, മികച്ച ഊർജ മാനേജ്മെന്റ്, ഏവിയോണിക്സ് പവറിനായി ചിറകുകളിൽ സോളാർ ഫിലിം എന്നിവ സജ്ജീകരിച്ചാകും യഥാർത്ഥ ഇൻഫിനി ഡ്രോൺ പുറത്തിറക്കുക. ഇന്ത്യയുടെ 7500 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരപ്രദേശം നിരീക്ഷിക്കുന്നതിനായി റഡാറുകൾ അടക്കമുള്ള വിവിധ ദൃശ്യ നിരീക്ഷണ സംവിധാനങ്ങൾ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഡിസ്ട്രോയറുകളും ഓഫ്-ഷോർ പെട്രോളിംഗ് കപ്പലുകളും ഇതിനായി രംഗത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. വൻ തുക ചിലവിട്ടുള്ള ഇത്തരം നിരീക്ഷണ ദൗത്യങ്ങൾക്ക് ബദൽ സംവിധാനമാകാൻ ഇൻഫിനി ഡ്രോണുകൾക്കാകുമെന്നാണ് കമ്പനി ചൂണ്ടിക്കാണിക്കുന്നത്. അതിനാൽ തന്നെ ഇൻഫിനി ഡ്രോണുകളുടെ വികസനം ഇന്ത്യൻ നാവികസേനയ്ക്കും തീരസംരക്ഷണ സേനയ്ക്കും വലിയൊരു വാഗ്ദാനമായി മാറുകയാണ്. ഒരു ഫ്രണ്ട് ലൈൻ ഡിസ്ട്രോയറിന്റെ പ്രതിമാസ പ്രവർത്തന ചെലവുണ്ടെങ്കിൽ 17,000 ഇൻഫിനി ഡ്രോണുകൾ പ്രവർത്തിപ്പിക്കാനാകുമെന്നാണ് കമ്പനി വിശദീകരിക്കുന്നത്. ഇൻഫിനി ഡ്രോണുകളുടെ വിന്യാസത്താൽ വർഷം മുഴുവനും ഓരോ 10 മിനിറ്റിലും ഇന്ത്യൻ തീരത്തിന്റെ പുതിയ ഓവർലാപ്പിംഗ് ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ പകർത്താൻ കഴിയുമെന്നും ആൾട്ടിയോൺ എനർജി കമ്പനി അവകാശപ്പെടുന്നു. ഈ ഡ്രോണുകളിൽ ഗിംബൽ, ഡേലൈറ്റ് ആൻഡ് ലോലൈറ്റ് ക്യാമറ, സാറ്റലൈറ്റ് അപ്ലിങ്ക്, ഒരു ADS-B ട്രാൻസ്പോണ്ടർ എന്നിവയുണ്ടാകും. നിലവിൽ ഈ ഡ്രോണിൻ വികസന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുത്തിരിക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. നിലവിലുള്ള ഡ്രോൺ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 1 വർഷത്തിലേറെ കാലം തുടർച്ചയായി ദൗത്യ നിർവഹണം നടത്താൻ കഴിവുള്ള ഇൻഫിനി ഡ്രോണുകൾ ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ പ്രതിഫലനം കൂടിയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.